അർജന്റീനയെ വിമർശിച്ചവരോടാണ്. മെസ്സിയുടെ കാലം കഴിഞ്ഞുവെന്ന് വിധി എഴുതിയവരോടാണ്. കളിയുടെ ആദ്യ വിസിൽ മുഴങ്ങും മുമ്പ് പല ശബ്ദങ്ങളും ഉയർന്നിരുന്നു. മെസ്സി ഇനി ആ പഴയ മെസ്സിയല്ല. അർജന്റീനയുടെ തിളക്കം മങ്ങിക്കഴിഞ്ഞു. ഈ ലോകകപ്പ് അവർക്ക് വെറുമൊരു സ്വപ്നം മാത്രമായിരിക്കും. പക്ഷേ ചരിത്രം സൃഷ്ടിക്കുന്നവർക്ക് മറുപടി പറയാൻ വാക്കുകളുടെ ആവശ്യമില്ല. മൈതാനമാണ് അവരുടെ ഭാഷ, പന്താണ് അവരുടെ പേന, ഗോളുകളാണ് അവരുടെ മറുപടി. കഴിഞ്ഞ മത്സരത്തിൽ വീണെടുത്ത് നിന്ന് തിരിച്ചുവരവ് നിങ്ങൾ കണ്ടതല്ലേ? ഇതാണ് അർജന്റീന, ഇതാണ് മെസ്സിയുടെ മാജിക്. ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ 2-0 പിന്നിൽ നിന്നിട്ടും ലയണൽ മെസ്സി പെനാൽറ്റി നഷ്ടപ്പെടുത്തി. മെസ്സിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കാണാമായിരുന്നു. പക്ഷേ അതോടെ കഥ അവസാനിച്ചില്ലായിരുന്നു. അവിടെയാണ് ചരിത്രം പിറന്നത്. ഈജിപ്തിനെതിരെ മത്സരം അവസാനിച്ചപ്പോൾ 3-2 അത്ഭുത ജയമാണ് മെസ്സിയും കൂട്ടരും സ്വന്തമാക്കിയത്. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ലോകം കണ്ടത് ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ തിരിച്ചുവരവുകളിൽ ഒന്നായിരുന്നു. മെസ്സിയുടെ കണ്ണുനീർ നിരാശയുടേതല്ലായിരുന്നു, അത് പോരാട്ടത്തിൻ്റെ തീപ്പൊരിയായിരുന്നു. ആ തീയിൽ നിന്നുയർന്ന അർജന്റീന ഓരോ ആക്രമണവും ആത്മവിശ്വാസമാക്കി മാറ്റി. മെസ്സിയുടെ മികവും റൊമേറോയുടെ നിർണായക പ്രകടനവും ചേർന്നപ്പോൾ ഈജിപ്തിൻ്റെ പ്രതിരോധം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. ഇന്ന് സ്വിറ്റ്സർലാൻഡിനെതിരെയും ലയണൽ മെസ്സിയും കൂട്ടരും നിറഞ്ഞാടുകയാണ്. സത്യം പറഞ്ഞാൽ മെസ്സിയുടെ കളി കാണുമ്പോൾ എതിരാളികൾക്ക് പോലും അസൂയ തോന്നിക്കാണണം. കാരണം ഈ 39-ാം വയസ്സിലും ലോകകപ്പ് പോലത്തെ വലിയ വേദികളിൽ അയാൾ എന്ത് മനോഹരമായാണ് പന്ത് തട്ടുന്നത്. ലോകകപ്പിന്റെ ഹരിത മൈതാനങ്ങളിൽ ലയണൽ മെസ്സി എന്ന കാൽപന്ത് മാന്ത്രികന്റെ ഭാവപകർച്ചകളെല്ലാം നാം കണ്ടു കഴിഞ്ഞെന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മൾ. ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു അത്ഭുത ബാലനായി അയാൾ ആദ്യമായി പന്തുരുട്ടി തുടങ്ങി. കയ്യെത്തും ദൂരത്ത് കിരീടം നഷ്ടപ്പെട്ട് കണ്ണീരോടെ മടങ്ങിയവനായി നമ്മൾ അയാളെ കണ്ടു. ഒടുവിൽ കാലം കാത്തുവെച്ച ലോക കിരീടം നെഞ്ചോട് ചേർത്ത് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു വീരനായകനായും അയാൾ മാറി. മെസ്സിയുടെ എല്ലാ പതിപ്പുകളും നമ്മൾ കണ്ടു തീർന്നു എന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ തൻ്റെ ലോകകപ്പ് യാത്ര ആരംഭിച്ച് 20 സുവർണ വർഷങ്ങൾ പിന്നിടുമ്പോഴും അയാൾക്ക് വിശ്രമമില്ല. ആ ഇടം കാലുകൊണ്ട് ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ പുസ്തകത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കാൻ അയാൾ ഇന്നും വരികയാണ്. ഇനി എന്താണ് ആ മാന്ത്രിക കാലുകൾ നമുക്കായി കാത്തുവെച്ചിരിക്കുന്നത്? സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഏത് മാന്ത്രികതയാണ് അയാളിനി പുറത്തെടുക്കുക? അതറിയാനുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ് ഇന്ന് ഫുട്ബോൾ ലോകം മുഴുവനും. മെസ്സിയുടെ കഥ ഇന്നൊരു കഥാപുസ്തകമല്ല. അത് റെക്കോർഡുകളുടെയോ നേടിയ ട്രോഫികളുടെയോ എണ്ണത്തിൻ്റെയോ അടിച്ചുകൂട്ടിയ ഗോളുകളുടെയോ അതിരുകൾ ഭേദിച്ച് എന്നോ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഫുട്ബോൾ ചരിത്രം ഇനിയൊരിക്കലും കണ്ടേക്കാത്ത ഒരു മഹാവിസ്മയത്തിന് ജീവനോടെ സാക്ഷ്യം വഹിക്കുക എന്നത് മാത്രമാണ് ഓരോ ഫുട്ബോൾ ആരാധകന്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം. ആ കാൽചലനങ്ങളുടെ ഭംഗി ഒരു നോക്കുകൂടി ആസ്വദിക്കുക എന്നത് മാത്രമാണ് ഇന്ന് ഈ ലോകത്തിന് മുമ്പിലുള്ളത്. 6 ലോകകപ്പുകൾ, ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വേദിയിൽ രാജാവായി വാണ 20 വർഷങ്ങൾ. അതെ, ഇത് വെറുമൊരു കളിക്കാരൻ്റെ മാത്രം പേരല്ല, ഒരു ഇതിഹാസത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ലയണൽ ആന്ദ്രേസ് മെസ്സി.